അപ്പോൾ ശബരിമലയിൽ തീർത്ഥാടകർക്ക് എന്തോ നേരിയ കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ 76,000 പേരാണ് ദർശനം നടത്തിയത്. തുടർച്ചയായി 4 ദിവസം 90,000-ന് മുകളിലായിരുന്നു തീർത്ഥാടകരുടെ എണ്ണം. അശ്വിൻ പാലാഴി സന്നിധാനത്തും ചെയ്യുന്നുണ്ട്. അശ്വിൻ, തിരക്ക് കുറഞ്ഞുകൊണ്ട് മരക്കൂട്ടത്തടക്കം ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കുകയാണോ? തിരക്കങ്ങനെ നേരിയതായി കുറയാനുള്ള കാരണം എന്താണ് അശ്വിൻ? കാശ്മീർ സ്വാഭാവികമായും തിരക്ക് കൂടേണ്ട സമയമാണ്. കാരണം ഇനിയിപ്പോൾ 2 ദിവസത്തിനപ്പുറം മണ്ഡല പൂജയിലേക്ക് കടക്കുകയാണ് സന്നിധാനം. അപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കം കൂടുതൽ തീർത്ഥാടകർ എത്തേണ്ട സമയമാണ്. പക്ഷേ ഇന്നലെ മുതൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ 96,000 ഒക്കെ പ്രതിദിനം വന്നിരുന്നിടത്ത് ഇന്നലെ 76,000 ആളുകളാണ് ദർശനം നടത്തിയത്. ഇന്നും അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് തീർത്ഥാടകരുടെ തിരക്ക് വരുന്നത്. ഇതുവരെയുള്ള എണ്ണം നോക്കുമ്പോൾ രാവിലെ 8 മണിവരെയുള്ള എണ്ണം 31,000 ആളുകൾ മാത്രമാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ അത് രാവിലെ 47,000-ലേക്കൊക്കെ 8 മണിവരെയുള്ള കണക്ക് പോയിരുന്ന സമയമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലേക്ക് വരാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആളുകൾ ഒരുപക്ഷെ മാറി നിൽക്കുന്നതാകാം. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ക്ഷമിക്കണം 25-ാം തീയതി 26-ാം തീയതിയും വലിയ നിയന്ത്രണങ്ങളുണ്ട് തീർത്ഥാടകർക്ക്. 60,000 പേർക്ക് മാത്രമാണ് കയറാനാവുക. സ്പോട്ട് ബുക്കിംഗ് 5,000-ആക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്തായാലും തിരക്ക് വലിയ തോതിൽ ഇനി വർദ്ധിക്കാനുള്ള സാഹചര്യമില്ല. കാരണം നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എന്തായാലും തിരക്ക് കുറഞ്ഞും കൂടിയുമൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഭക്തർക്ക് കൃത്യമായി സുഗമമായി ദർശനം നടത്താൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശബരിമലയിൽ നിന്ന് പറയാനുള്ളത്. ഹാഷ്മി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ സാധാരണതയിൽ നല്ല തിരക്കുണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ നേരിയ തോതിൽ എന്തോ തിരക്ക് കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇത് വലിയങ്ങാടിയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ കോഴിക്കോടിൻ്റെ മാനാഞ്ചിറ സ്ക്വയറിന് തൊട്ടിപ്പുറത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു ചിത്ര ചുവരാണ്. നല്ല രസമുണ്ട്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇവിടെ ഒന്ന് ചുമ്മാ ഇരിക്കുക. ഇവിടെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കാം. ചുമ്മാ എന്തെങ്കിലും ഷോപ്പിംഗ് നടത്താം, ഷോപ്പിംഗ് നടത്താം. ചായ കുടിക്കാം. ചുമ്മാ ഒന്ന് കുറച്ച് ഇരുന്നിട്ട് പോകാൻ പറ്റിയ വളരെ ശാന്തവും ഇപ്പോൾ നഗരമാണെങ്കിൽ കൂടിയും വളരെ ശാന്തമായിരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്.